സീത നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? കണ്ട അവക്കൊരു കുട്ടിയാണെന്ന് പറയേയില്ല അല്ലേ ചേച്ചി? ശരിക്കും സുന്ദരി അവള്. അച്ഛൻ ഇത്ര കൊല്ലം കാത്തിരുന്നതിന് ഈ വീട്ടിലേക്ക് നല്ലൊരു മരുമകൾ വരാൻ പോവാ അല്ലേ ചേച്ചി? എന്തിനാ ചേച്ചി ഇങ്ങനെ ചെയ്തത്? ചേച്ചി Get out! Sita! 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 രാംസാറിന് കഴിക്കാൻ കുറച്ച് ഭക്ഷണം കൊണ്ടുപോയേക്കാം. പാവം ക്ലിനിക്കിൽ ഒറ്റയ്ക്ക് എന്ത് കഴിക്കാനാ? അയ്യോ അഞ്ജു, എല്ലാ ബോക്സിലും ചോറെടുത്ത് വെക്കുവാണോ? കറിയൊന്നും വേണ്ടേ? കറിയൊന്നും വേണ്ടമ്മേ, ചോറ് മതി. ശരി ശരി. എന്താ അഞ്ജു, അമ്മ ഉണ്ടാക്കിയ ടൊമാറ്റോ റൈസിന് നീ ഫാനായെന്ന് തോന്നുന്നു. അമ്മ ഉണ്ടാക്കണ എല്ലാ ഫുഡും അടിപൊളിയാ. ഐ അഗ്രി. അമ്മയുടെ അതേ സംസാരം, അവരുടെ ലക്ഷണങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ കൈപുണ്യം കുറച്ച് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പാചകത്തില് വേറെ വേറെ ലെവലായി പോയേനെ. അഞ്ജു, നീ ക്ലിനിക്കിൽ നിന്ന് വരുമ്പോ ഒരുപാട് ലേറ്റ് ആവില്ലേ? ഒരു ബോക്സിൽ കൂടി റൈസ് നിറച്ച് തരട്ടെ? വേണ്ടമേ, മതി. അഞ്ജു, നിനക്ക് രുദ്രപ്രതാപ് എന്ന് പേരുള്ള ആരെങ്കിലും അറിയോ? രുദ്രപ്രതാപോ? ഇല്ലല്ലോ. എന്താ ചേച്ചി? ആക്ച്വലി സിഹി നിന്റെ ഫോണിൽ അയാളുടെ ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞു. അതാ ഞാൻ ചോദിച്ചത്. ആരായാള്? ഹീസ് എക്സ്ട്രീംലി ഡേഞ്ചറസ്. അതൊക്കെ വലിയൊരു കഥയാ, ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞുതരാം. പക്ഷെ നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ, നിന്റെ ക്ലിനിക്കിലേക്ക് ട്രീറ്റ്മെന്റ് അത് ഇതെന്നൊന്നും പറഞ്ഞു വന്നിട്ടില്ലല്ലോ? രുദ്രപ്രതാപ് അത്രയ്ക്ക് വലിയ ദുഷ്ടനാണോ? ഞാനിത് ആദ്യമായിട്ട് ആ പേര് തന്നെ കേൾക്കുന്നേ. ഓക്കെ, ഗുഡ്. നിനക്ക് ആ പേരിൽ ഒരാളെ അറിയില്ലെങ്കിൽ എന്റെ ഏറ്റവും വലിയ സമാധാനം ഇപ്പൊ അതാ. അപ്പോഴേക്കും ക്ലിനിക്കിൽ നിന്ന് കോള് വന്നെന്ന് തോന്നുന്നു. അല്ല അഞ്ജു, ആയുർവേദിക് ഡോക്ടേഴ്സിന് ഇത്രയ്ക്ക് തിരക്കുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നവർ എപ്പോഴും ബിസി ആയിരിക്കും അമ്മേ. അമ്മയുടെ ഒരു കാര്യം. വരട്ടെ. ശരി, ഞാനും ഇറങ്ങട്ടെ അമ്മേ. പോയിട്ട് വാ മോളെ. ഈ കുട്ടി വളരെ നല്ല കുട്ടി തന്നെയാ, പക്ഷേ എന്തൊക്കെയോ തകരാറുണ്ടല്ലോ. പേടിക്കണ്ട, സാരില്ല. ശ്രദ്ധിക്കണ്ടായിരുന്നോ? ഇതെങ്ങനെയാ സംഭവിച്ചത്? ഒന്ന് ശ്രദ്ധിച്ചൊക്കെ വേണ്ടായിരുന്നോ? ചൂടുള്ളതൊക്കെ കൈകാര്യം ചെയ്യുമ്പോ നല്ല ശ്രദ്ധ വേണ്ടേ? എനിക്കിപ്പോഴും ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. കാപ്പിയോ ചായയൊക്കെ മറിഞ്ഞു പോയാ കയ്യലോ കാലോ ഒക്കെ വീഴേണ്ടത്. ഇതിപ്പോ എങ്ങനെ മുഖത്ത് വീണത്? ചേച്ചി എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ ഇദ്ദേഹം വഴക്കുണ്ടാക്കും. അല്ലെങ്കിൽ ഈ വീട്ടിലെ അവസ്ഥയൊന്നും ശരിയല്ല. മിണ്ടാതിരിക്കുന്നതാവും നല്ലത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കയ്യിന്ന് തെന്നിപ്പോയി മുഖത്തേക്കാ വീണത്. ശരി, സമ്മതിച്ചു. അടങ്ങിയിരിക്കെ, കുറച്ചുകൂടെ പറ്റിത്തരാം. അല്ലെങ്കിലേ ഒരു സൂക്ഷ്മമില്ല നമുക്ക്. സ്കിന്നാണെങ്കിൽ സെൻസിറ്റീവ്, മുഖത്തിന്റെ കളറേ മാറിപ്പോയി. എന്തു പറയാനാ? നീയാണെങ്കിൽ വേദനയൊന്നും സഹിക്കുന്ന കൂട്ടത്തിലുമല്ല. നിന്നെ ഇങ്ങനൊക്കെ കാണുമ്പോ എനിക്കും വലിയ സങ്കട. മതി, അത് മാറിക്കോളും. നീ എല്ലാം ഇങ്ങനെ സിമ്പിളായിട്ട് എടുക്കല്ലേ? നമുക്ക് എപ്പോഴും നല്ല ശ്രദ്ധ വേണം. നമുക്ക് ചുറ്റും കണ്ണുണ്ടാവണം. അത് കിച്ചണിൽ മാത്രം പോരാ, പുറത്തുള്ള ജീവിതമാണെങ്കിലും നമുക്ക് നല്ല ശ്രദ്ധ വേണം. നല്ല വേദനയുണ്ട്. ഇന്ന് സീത വീട്ടിലേക്ക് വരുന്നുണ്ട്. സീതയോ? എന്തിന്?
അല്ല അതല്ല സീത വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് മാത്രമേ എനിക്ക് അറിയൂ. അച്ഛൻ അവളെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചത്, അവൾ ഇന്ന് കഴിക്കാൻ കാണുമോ ഇല്ലയോ, അതൊന്നും എനിക്കറിയില്ല. ഈ വീട്ടിലേക്ക് വരുന്നവർക്കും പോകുന്നവർക്കും നിൽക്കുന്നവർക്കും വെച്ചുണ്ടാക്കുന്നത് മാത്രമായിട്ടുണ്ട് ഇപ്പൊ എന്റെ ജോലി. ഞാൻ വെച്ചു കൊടുത്തോളാം. അപ്പൊ സീത വരുന്നുണ്ട്. സീത, എന്റെ രാമൻ സ്നേഹിക്കുന്ന സീത ഇന്ന് വീട്ടിലേക്ക് വരുന്നു. അവളെ കാണുമ്പോ വാണിച്ചേച്ചി മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെയാ. പക്ഷേ അച്ഛൻ എന്തിനാണോ ഇന്നിങ്ങോട്ട് വിളിപ്പിച്ചത്? അഞ്ജു, ബാ, നിന്നെ ഞാൻ ക്ലിനിക്കിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്തേക്കാം. വേണ്ട ഏട്ടാ, വെറുതെ നിങ്ങൾ കുറെ ചുറ്റിക്കറങ്ങേണ്ടി വരും. എന്തായാലും മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ, ഞാൻ മെട്രോയിൽ പോയിക്കോളാം. വേഗം റീച്ച് ചെയ്യാൻ പറ്റും. ഓ, നീ വാ അഞ്ജു, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാൻ നിന്നെ. വേണ്ട ചേച്ചി, വന്ന് കേറ്. അല്ലെങ്കിൽ ഭാര്യ വന്നപ്പോ അനീതിയെ പുറത്താക്കിയെന്ന് എന്റെ ഭർത്താവിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കിടക്കും. അതൊന്നും വേണ്ട, നീ വാ, ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാം. അങ്ങനെ സംഭവിക്കാൻ ചാൻസേ ഇല്ല. എപ്പോ നോക്കിയാലും നടക്കുന്നത് നല്ലതാ, ഓട്ടോ സുലഭം, മെട്രോ ചീപ്പാണ് എന്നും പറഞ്ഞ് ഈ കാറിലേക്ക് അവൾ ഇതുവരെ കയറിയിട്ടില്ല. അതിരാവിലെ വെയിലും കൊണ്ട് നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് പോയിക്കോളാം. ആവട്ടെ 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 ആവട്ടെ. അഞ്ജലി മാതാവേ, ഈ ഉപദേശങ്ങൾ നിർത്തണമേ. ഇത് സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ സംസാരിച്ചെങ്കിൽ നടന്നു പോയിക്കോളാം. ബൈ ഏട്ടാ. ബൈ, ശ്രദ്ധിക്കണേ. ബൈ ചേച്ചി. ബൈ, ശ്രദ്ധിക്കണേ. ബൈ. അശോക്, അഞ്ജുവിനോട് ഞാൻ ആ ലോയറിനെ പറ്റി സംസാരിച്ചിരുന്നു. അവൾക്ക് രുദ്രപ്രതാപ് എന്ന് പേരുള്ള ഒരാളെ അറിയില്ലെന്നാ പറഞ്ഞു. ആണോ? അപ്പോ സിഹി എങ്ങനെയാ അഞ്ജുവിന്റെ ഫോണിൽ രുദ്രപ്രതാപിന്റെ ഫോട്ടോ കണ്ടത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. മോസ്റ്റ്ലി വേറെ ആരുടെയോ ഫോട്ടോ കണ്ടിട്ട് രുദ്രപ്രതാപിന്റെ ഫോട്ടോയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഞാൻ സിഹിയോട് ഒന്നുകൂടെ സംസാരിച്ചിട്ട് അത് കൺഫേം ചെയ്തോളാം. ഓൾസോ അവൾ ആർപി എന്നുള്ള പേര് മെൻഷൻ ചെയ്തിരുന്നില്ല. ഏതോ പാടങ്കളിനെ കണ്ടു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആരെ കണ്ടിട്ട് അവള് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. നമുക്ക് സംസാരിക്കാം. പോയാലോ? സീത, മുത്തച്ഛന്റെ മനസ്സിൽ എന്താന്നുള്ള കാര്യം എനിക്കറിയില്ല. ബട്ട് ഐ നോ നിനക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഫീൽ എന്നുള്ള കാര്യം എനിക്കറിയാം. എല്ലാം ശരിയാകും. ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമെന്ന് ഞാൻ ഗസ് ചെയ്തിരുന്നു റാം. മുത്തശ്ശന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതെന്തൊക്കെയാണെന്നും എനിക്കറിയാം. മുതിർന്നവരല്ലേ, ഒരുപാട് വെയിറ്റ് ചെയ്യിക്കണ്ട. ആരോഗ്യം ശരിയല്ല. ഞാൻ പോയി സംസാരിച്ച് നോക്കട്ടെ. സീത, സീത, മുത്തശ്ശൻ നിന്നോട് എന്താ ചോദിക്കുക, നീ എന്താ തിരിച്ചു പറയാൻ പോവാ എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല സീത. ബട്ട് റിമെമ്പർ വൺ തിങ്, ഐ വിൽ ഓൾവേസ് ലവ് യു ഫോർ എവർ.
നമസ്കാരം സർ. സീതേ, വാ മോളെ, വാ. ഇരിക്കും മോളെ, ഇരിക്കേ. ഇപ്പോ ആരോഗ്യം എങ്ങനെയുണ്ട് സർ? എന്റെ മാനസികാരോഗ്യത്തെ കുറിച്ചാണോ അതോ ശാരീരിക ആരോഗ്യത്തെ കുറിച്ചോ? നിന്റെ പാപത്തിന്റെ കുടം തുളുമ്പിയിട്ടുണ്ട്. ആ പാപക്കറകൾ തുടച്ചു കളയുവാൻ വേണ്ടി എന്റെ മരുമകൾ വരുന്നുണ്ട്. നിന്റെ ശരിക്കുമുള്ള മുഖം അവൾ തുറന്നു കാണിക്കും. എന്റെ മകൻ റാമിനെ നിന്നിൽ നിന്ന് സംരക്ഷിക്കും. ഒരു ചെറിയ സ്വപ്നം എന്നെ ഇത്രമാത്രം ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്താ? ജീവിച്ചിരിക്കുന്നവരെ പോലും എനിക്ക് പേടിയില്ല. പിന്നെ മരിച്ചവളെ വന്ന് പറഞ്ഞപ്പോ അതെന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്താ? ഞാൻ ഒരിക്കലും കൈ തൊഴുന്നവളല്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല. പക്ഷെ നിന്റെ മുമ്പിൽ ഇന്ന് ഞാൻ അപേക്ഷിക്കുക. ആ സ്വപ്നത്തിലെ വാണി വന്ന് പറഞ്ഞ വാക്കുകള് ഒരിക്കലും സത്യമാവാൻ പാടില്ല. റാം, ജ്യൂസ്. വേണം വേമ, താങ്ക്സ്. എന്താ മേമ, എന്തു പറ്റി? ജ്യൂസ് കൊടുക്കാനല്ലേ പോയത്? എന്നിട്ടെന്താ കൊടുക്കാതെ വന്ന? അല്ല റാം, ചേച്ചിക്ക് എന്തോ വയ്യാൻ തോന്നുന്നു. മേമയ്ക്കോ? എന്തു പറ്റി? എന്തോ രാവിലെ തൊട്ട് നല്ല ടെൻഷനിലായിരുന്നു. ടെൻഷനോ? ടെൻഷൻ അടിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? എന്തോ അപ്സെറ്റ് ആയ പോലെ ഉണ്ടായിരുന്നു റാം. എന്താണെന്നറിയില്ല. ഓക്കെ, ജ്യൂസ് ചെയ്താ മേമ, ഞാൻ കൊണ്ടേ കൊടുക്കാം. മേമ, ഞാനും സീത ഒന്നാവാൻ വേണ്ടി മേമ പ്രാർത്ഥിക്കുകയാണോ? എനിക്കറിയാം മേമ, എന്റെ കാര്യം ഓർത്ത് മേമ ഒരുപാട് അപ്സെറ്റ് ആയിട്ടുണ്ടെന്ന്. മേമ ഇങ്ങനെ ഡിസ്റ്റർബ് ആയിട്ട് നിൽക്കുന്ന കാണാൻ എനിക്ക് പറ്റുന്നില്ല മേമ. ഐ എം റിയലി സോറി മേമ, റിയലി സോറി. എങ്ങനെ ഇതിനെ കുറിച്ച് ആലോചിക്കാതിരിക്കുക? എനിക്ക് നീയും വേറെയല്ല, എന്റെ അനിയും വേറെയല്ല. അപ്പോ എനിക്കറിയാം മേമ, മുത്തശ്ശൻ ഞങ്ങളുടെ സ്നേഹം മനസ്സിലാവും, എല്ലാം ഒരിക്കൽ ശരിയാവുമെന്നറിയാം. അതിനാ അപ്പൊ ഞാനും കാത്തിരിക്കുന്നത്. ക്ഷമിക്കണം സർ, ഇത്രയും വലിയൊരു കാര്യം നിങ്ങളുടെ അടുത്തുനിന്ന് മറച്ചു വെച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് എന്തിനാ വിളിച്ചതെന്ന് എനിക്കറിയാം. നിങ്ങൾ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്.
ആ ചോദ്യം എനിക്ക് പുതിയതല്ല സർ. സിഹി മാത്രം എന്റെ പ്രപഞ്ചം. അവളാണ് എന്റെ മകളെന്ന് എല്ലാവരോടും പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല, ഒരു സങ്കടവുമില്ല. ഇനി നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം സിഹിയുടെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കാനല്ലേ? എന്നോട് ഓൾറെഡി ഒരുപാട് പേര് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനങ്ങ് പറയാം. സിഹിയുടെ അച്ഛൻ എവിടെയാ എന്താ എന്ന് എനിക്ക് അറിയില്ല. സിഹിയും അയാളെ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ സിഹിയെ വിട്ട് എവിടെയും പോവില്ല. സിഹിയും എന്നെ വിട്ട് കളയില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഈ കാര്യം അറിയാമെന്ന് ഞാനും റാമൻ തെറ്റിദ്ധരിച്ചിരുന്നു. അതല്ലാതെ ഇതൊന്നും മറച്ചു വെക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല സർ. ഈ സാറ് വിളി ഒന്ന് നിർത്തുന്നുണ്ടോ മോളെ? നീ നോക്ക്, നിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് എനിക്ക് ഒരു സംശയമില്ല. എന്ന് നീ ഓഫീസിൽ വെച്ച് ബോണസ് വന്നില്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറഞ്ഞു. അന്ന് നീ ടെസ്റ്റ് പാസ്സായി. ഇപ്പോ നിന്റെ മകളുടെ കാര്യത്തിലേക്ക് വരാം. ഞാൻ ചോദിക്കുമെന്ന് നീ വിചാരിച്ച കാര്യങ്ങളല്ലേ? അതൊന്നും എന്റെ ചോദ്യങ്ങളല്ല. ഒരു പെണ്ണ് തന്റെ ജീവിതകാര്യങ്ങളിൽ മറ്റൊരാളെ അറിയിക്കില്ല എന്നുള്ളൊരു മാനസികാവസ്ഥയുണ്ടല്ലോ, അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. നിന്റെ ജീവിതത്തെക്കുറിച്ച് പറയണോ വേണ്ടയോ എന്നുള്ളത് നിന്റെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കൊച്ചുമോൻ്റെ ഭാവി എനിക്ക് പ്രധാനമല്ലേ? അതുകൊണ്ട് ചോദിക്കാം ഞാൻ. നിനക്കൊരു മകളുണ്ട് എന്ന് വെച്ചാ അവക്കൊരു അച്ഛനുണ്ടായേ പറ്റൂ. അതൊരു പ്രപഞ്ച സത്യം. പക്ഷെ എൻ്റെ ചോദ്യം, മേമ, സീതയാണ് ഈ വീട്ടിലെ മരുമകള്. അതിന് എൻ്റെ അമ്മയുടെ ആശീർവാദമുണ്ട്. ആശീർവാദം? എന്റെ ശാപത്തിന് മുമ്പില് നിന്റെ അമ്മയുടെ ആശീർവാദത്തിന് ജയിക്കാനാവില്ലടാ. ചേച്ചിയുടെ ആശീർവാദം ഉണ്ടെന്ന് പറഞ്ഞ പിന്നെ അത് സത്യമായിരിക്കും മോനെ. ഞാനത് നടത്തിത്തരും. എന്താണ് നിന്റെ സന്തോഷം? അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യോപ്പോ. ഇറ്റ്സ് എ പ്രോമിസ്. മേമ, സീതയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇഫ് ഇൻ കേസ് മുത്തശ്ശൻ അത് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ വേറെ ആരെയും കല്യാണം കഴിക്കില്ല മേമ. ഈ പ്രോപ്പർട്ടി, ഈ ആസ്തി, ഇതെല്ലാം മേമ തന്നെ നോക്കി നടത്തേണ്ടി വരും. എനിക്കിതൊന്നും വേണ്ട. അതെങ്ങനെ ശരിയാവും മോനെ? വീണ്ടും ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കോ? നോക്ക്, ഡോണ്ട് തിങ്ക് നെഗറ്റീവ്. അഥവാ അച്ഛനെങ്ങാനും ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ സമ്മതിപ്പിക്കേണ്ട ചുമതല എനിക്കപ്പോ. ഓക്കെ, യു ഡോണ്ട് വറി. താങ്ക് യു സോ മച്ച് മേമ. ദേ കുടിക്കേ. നീ ഇപ്പോ വേണ്ട എന്ന് പറയുന്നു. പക്ഷെ നിന്റെ അമ്മ ആസ്തി കൈമാറ്റം ചെയ്യാനുള്ള അവകാശം നിനക്കില്ല എന്ന് ആ വില്ലിൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ. ഓ സീതാരാമ, ഓ സീതാരാമ. നിനക്കൊരു മകളുണ്ട് എന്ന് വെച്ചാ അവക്കൊരു അച്ഛനുണ്ടായേ പറ്റൂ. അയാള് ജീവിച്ചിരിപ്പുണ്ടോ? അറിയില്ല. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ, എവിടെയാണ് എന്നൊന്നും എനിക്കറിയില്ല. അപ്പോ ഇനി ഒരു ചോദ്യവും ചോദിക്കാനില്ലാത്ത ഉത്തരവാ തന്നത്. ശരി, ഇനിയൊന്നും ചോദിക്കുന്നില്ല. പക്ഷേ നിന്നോട് ഞാൻ ഇനി ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഇതിനുള്ള നിന്റെ മറുപടി നീ എന്നോട് ഉടനെ പറയണമെന്നൊന്നുമില്ല. നീ അത് രാമനോട് പറഞ്ഞാ മതി. അതെന്താണെന്ന് വെച്ചാ ചോദിക്കും മുത്തശ്ശ. നിന്റെ മകള് സിഹി ഒരു മിടുക്കി കുട്ടിയാ. മിടുക്കി
അവളുടെ ചിരിയും സംസാരവും കളിയൊക്കെ ഒരു മനുഷ്യനും ഇഷ്ടമാകാതിരിക്കാൻ വഴിയില്ല. അവളെ ഞാൻ എൻ്റെ വീട്ടിലെ കുട്ടിയായിട്ട് സ്വീകരിക്കുക. ഇപ്പോ നിന്നെ സ്വീകരിക്കുന്നതിൽ ഒരു കുറവുമില്ല മോളെ. എൻ്റെ രാമന് ചേരുന്ന പെണ്ണാ നീ. നിന്റെ ആ പഴയ ജീവിതമല്ലേ, അതൊന്നും ഞങ്ങൾക്കറിയണ്ട. നിന്നെയും ഞാൻ എൻ്റെ വീട്ടിലെ മരുമകളായിട്ട് സ്വീകരിക്കും. മുത്തശ്ശ, എന്റെ മനസ്സറിഞ്ഞാ ഞാനിതൊക്കെ പറയുന്നു.